ഹായ് ഗൈസ്, നമുക്കിന്ന് കുറച്ച് കപ്പ ബിരിയാണി വെച്ചാലോ? അങ്ങനെ കപ്പ ബിരിയാണി വെക്കാനായിട്ട് മാർക്കറ്റിൽ പോയി കുറച്ച് കപ്പ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഫ്രഷ് കപ്പ കിട്ടിയിട്ടില്ല, ഫ്രോസൺ കപ്പയേ കിട്ടിയുള്ളൂ. ഫ്രോസൺ കപ്പ ഒരു ടേസ്റ്റും ഇല്ല. പിന്നെ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഫ്രോസൺ കപ്പ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രോസൺ കപ്പ നല്ല കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫ്രോസൺ കപ്പ ഉണ്ടല്ലോ, ഫ്രിഡ്ജ് വെച്ച് ഒരു കുറേ നാൾ ഫ്രിഡ്ജ് ഇട്ടിരുന്ന ഒരു ചവ ഉണ്ടല്ലോ, ആ ചവയായിരിക്കും. എന്നാലും വേണ്ടിയില്ല, വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് നല്ല ഫ്രഷ് ബീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബീഫ് ഫ്രഷാണ് കിട്ടിയത്, കപ്പ ഫ്രോസണും കിട്ടി. എന്നാലും വേണ്ടിയില്ല, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ കുക്കറിലാണ് വെക്കാൻ പോകുന്നത്. കുക്കർ എടുക്കുക, അതിനകത്ത് ബീഫ് കഴുകിയിട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് സവാള കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. സവാള കൊച്ചില്ല, അത് അവരവരുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചേർക്കുക. നിങ്ങൾ ബീഫ് കറി വെക്കുന്ന എങ്ങനെ അതേ കണക്ക് വെക്കാം. കപ്പ ബിരിയാണിക്ക് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല, ബീഫ് കറി എങ്ങനെ വെക്കുന്നത് അതേ കണക്ക് വെക്കുക. പിന്നെ അതിനകത്തോട്ട് സവാളയെ ചേർത്തു. സവാള ചേർത്തതിന് ശേഷം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ 2 തക്കാളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിക്കകത്തിട്ട് ക്രഷ് ചെയ്തെടുക്കുക ചെയ്തത് കേട്ടോ. അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ക്രഷ് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ഇതിനകത്ത് ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിനകത്ത് ചേർക്കേണ്ട മഞ്ഞപ്പൊടിയാണ് കേട്ടോ. മഞ്ഞപ്പൊടി അത് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ചേർക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഗരം മസാല എല്ലാം നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നത്, നിങ്ങൾ ബീഫ് കറി എങ്ങനെയാണ് വെക്കുന്നത് അതുപോലെ തന്നെ വെച്ചാൽ മതി. എന്ത് പ്രത്യേകിച്ചൊന്നും ചേർക്കണം പിടിക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഗരം മസാല ഇത്തിരി തോനെ ചേർക്കണം. ബീഫ് കറിക്ക് ഗരം മസാല ഇത്തിരി ഉള്ളത് നല്ല. ഗരം മസാലയാണല്ലോ മണവും ഗുണവും എല്ലാം തിരിക്കുന്നത് ഗരം മസാലയാണ്. പിന്നെ അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി എടുക്കുക. മുളക് പൊടിയൊക്കെ അവരവരുടെ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഒരു അളവിന് വേണ്ടി മാത്രം ഇങ്ങനെ ചേർക്കുന്നത് കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക. പിന്നെ അതിനകത്തോട്ട് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ അതിനകത്തോട്ട് കുരുമുളക് പൊടി മസ്റ്റ് ആയിരിക്കണം കേട്ടോ. കുരുമുളക് പൊടി തീർച്ചയായിട്ടും, മല്ലിപ്പൊടി ഇടണമെന്നില്ല. കുരുമുളക് പൊടി ഇട്ടാൽ സെറ്റായിരിക്കും. അതിൻ്റെ എരിയൊക്കെ നല്ല എരി ഉണ്ടെങ്കിലേ ബീഫിന് അതിൻ്റെതായ ടേസ്റ്റ് ഉള്ളൂ. കുരുമുളക് പൊടി തോനെ ചേർക്കുന്ന നല്ലതായിരിക്കും. പിന്നെ അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ ലാസ്റ്റ് ഓയിൽ ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ച് ഇറച്ചി വെച്ചെടുക്കുക. പിന്നെ കപ്പ നല്ല കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്തോട്ട് നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് കപ്പ വേവിച്ചെടുക്കുന്നത് കേട്ടോ. മഞ്ഞപ്പൊടി ഉപ്പ് വേറെ ഒന്നും ചേർക്കണ്ട. മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് കപ്പ നല്ലതായിട്ട് വേവിച്ച് എടുത്തവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്കിത് നല്ല ഇളക്കിയെടുക്കാൻ പാകത്തിന് ഒരു ചരുവ് എടുക്കണം. നിങ്ങളെ ഇഷ്ടത്തിനുള്ള പാൻ എടുക്കുക. ആ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഉണ്ടല്ലോ, ആ ബീഫ് അതിനകത്തോട്ട് തട്ടുക. അങ്ങനെ ബീഫ് അതിനകത്തോട്ട് ഒഴിച്ച് നല്ലതായിട്ട് ഇളക്കിയെടുക്കുക. അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ഇത്തിരി വെള്ളം വറ്റിച്ചെടുക്കുക കേട്ടോ. നമുക്ക് കുറുക്കിയുള്ള ഒരു പാകത്തിനല്ലേ എടുക്കേണ്ടത്. എന്നിട്ട് ഇത്തിരി എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കപ്പ ഉണ്ടല്ലോ, കപ്പ അതിനകത്തോട്ട് തട്ടുക. കപ്പ തട്ടിയിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കണം കേട്ടോ. നല്ല കുറുകിയ പരുവത്തിലെടുക്കണം. ഈ കപ്പ അതിനകത്തോട്ടിട്ട് നല്ലതായിട്ട് ഈ കപ്പയും ബീഫും കൂടെ നല്ലതായിട്ട് മിക്സ് ആവുന്നിടം വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരുപാട് ഇളക്കണം, അല്ലെങ്കിൽ അത് അടുക്കി പിടിച്ചാൽ അത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു ഗുണവും ഇല്ലാതായി പോവും. നല്ലതായിട്ട് എല്ലാവരും മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്ത് വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവാളയും കറിവേപ്പിലയും മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്തിനാണെന്നറിയോ, ലാസ്റ്റ് ഇതിൻ്റെ പുറത്ത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഭയങ്കര ടേസ്റ്റ് കേട്ടോ ആ ഐറ്റം ഇതിനകത്ത് ലാസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ. എന്നിട്ട് നല്ലതായിട്ട് ഒന്നും കൂടെ വറ്റി വരാൻ വേണ്ടി നല്ലതായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടുക്കി പിടിക്കാനേ പാടില്ല. ആ സമയം കൊണ്ട് നമുക്ക് സവാളയും കറിവേപ്പിലയും മല്ലിയിലയും കൂടെ കുനുകുനാന്ന് അരിഞ്ഞു വെക്കുക. അതിനകത്ത് ചേർക്കണം കേട്ടോ, സ്കിപ്പ് ചെയ്യല്ലേ, അത്യാവശ്യമായിട്ട് ചേർത്തേ പറ്റും. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം കേട്ടോ. ഇതാണ് കറക്റ്റ് അതിൻ്റെ പരുവം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയിലയും കറിവേപ്പിലയും സവാളയും കൂടെ അതിൻ്റെ പുറത്തേക്ക് നല്ലതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. കാണാൻ ഭംഗിയെ, തിന്നാനും നല്ല ടേസ്റ്റ് കേട്ടോ. മസ്റ്റായിട്ട് സാധനം ചേർത്തേ പറ്റത്തോണ്ട് ഇടുമ്പോൾ കാണാൻ നല്ല രസമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ. ആ ബീഫും ആ കപ്പയും ആ ഉള്ളിയും എല്ലാം കൂടെ കടിക്കുമ്പോൾ കേട്ടോ സൂപ്പറായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി സാധനം കപ്പ ബിരിയാണി പറയുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. ഞാൻ ഇതുവരെയ്ക്കും ഉണ്ടാക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. പക്ഷെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. താങ്ക് യു.